OTTയിൽ എത്തിയതിനു ശേഷം തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കുക ചില്ലറ നേട്ടമൊന്നുമല്ല. ഇപ്പോഴിതാ മോഹൻലാൽ ചിത്രം തുടരും അത്തരത്തിലുള്ള നേട്ടമാണ്. ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിൽ എത്തിയത്. 36-ാം ദിനമായ മെയ് 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. എന്നാൽ സ്ട്രീമിംഗ് തുടങ്ങിയതിനു ശേഷവും പ്രേക്ഷകർ തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തുന്നുണ്ട്. അതിനു മുൻപുള്ള കളക്ഷനുമായി താരതമ്യം സാധ്യമല്ലെങ്കിലും ബോക്സ് ഓഫീസ് ചലനമുണ്ടാക്കാൻ തുടരുമിന് കഴിഞ്ഞു. മെയ് 29 അർദ്ധരാത്രിയിലാണ് ചിത്രം ഹോട്ട്സ്റ്റാറിലെത്തിയത്. മെയ് 29-ന് 30 ലക്ഷമാണ് ചിത്രം നേടിയിരുന്നതെങ്കിൽ OTTയിൽ എത്തിയ 30-ന് ചിത്രം നേടിയ കളക്ഷൻ 10 ലക്ഷമാണ്. മെയ് 31-ന് 14 ലക്ഷവും ജൂൺ 1-ന് 10 ലക്ഷവും തുടരും നേടി. തുടരും OTTയിൽ എത്തിയതിനു ശേഷമുള്ള 3 ദിവസം കൊണ്ട് 34 ലക്ഷം രൂപയാണ് കളക്ഷൻ ലഭിച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ അപൂർവ പ്രതിഭാസമാണിത്. എത്ര വലിയ ജനപ്രിയ ചിത്രമായിരുന്നാലും പരമാവധി 3 ആഴ്ചയിൽ തിയേറ്റർ കളക്ഷൻ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആഗോള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഇതിനകം തന്നെ 235 കോടിയോളം നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 100 കോടിയിലേറെ ഗ്രോസ് നേടിയ ആദ്യ ചിത്രമായി മാറി. തുടരും കേരളത്തിൽ നിന്ന് 50 കോടിയിലേറെ ഷെയറും നേടിയിരുന്നു. പുലിമുരുകന് ശേഷം ഇത്രയുമേറെ ജനപ്രീതി നേടിയ മോഹൻലാൽ ചിത്രം തുടരുമാണ്.